ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കിയ വിവാദം അത് എത്രത്തോളം വലിയ ചർച്ചയിലേക്കൊക്കെയാണ് പോയത് എന്ന് കണ്ടതാണല്ലോ. ഇപ്പോഴും അതിന്റെ സംസാരം തുടരുകയാണ്. ആ രീതിയിൽ ചേലക്കരയിലും ഒരു പൂരം വിവാദം ഇങ്ങനെ ഉടലെടുത്ത് നിൽക്കുകയാണ്. ചേലക്കര അന്തിമഹാകാളൻകാവ് വെടിക്കെട്ട് പോലീസ് അലങ്കോലമാക്കിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം അകാരണമായി പോലീസ് വെടിക്കെട്ട് തടഞ്ഞു എന്നാണ് ദേശക്കാർ പറയുന്നത്. വെടിക്കെട്ട് നടത്താൻ കഴിയാത്തത് സ്ഥലം MLA-യുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയില്ലാത്തതിനാലെന്ന് ദേശക്കാർ. വെടിക്കെട്ട് നടത്തിയാൽ കേസെടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി. എല്ലാ സഹായവും നൽകാമെന്ന് പറഞ്ഞ K. രാധാകൃഷ്ണൻ ഒരു പിന്തുണയും നൽകിയില്ല എന്നും ആരോപണമുണ്ട്. നിയമപ്രകാരം എല്ലാ രീതിയിലും ഞങ്ങൾക്ക് അനുമതി കിട്ടേണ്ടതാണ്. അന്ന് എന്താണ് ആരാ തടഞ്ഞത്? അന്ന് തടഞ്ഞത് പോലീസുകാരാണ്. ഒരു 11 മണി വരെ ഒരു കുഴപ്പമില്ലാത്ത പോലീസുകാർ പെട്ടെന്നായിട്ട് വന്നിട്ട് പറയുകയാണ് വെടിക്കെട്ട് നടക്കില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. നിയമപ്രകാരം അല്ലാത്ത ഒരു ഐറ്റംസും ഞങ്ങൾ പാടത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ പല സ്ഥലത്തും പല രീതിയിലും ചെക്കപ്പ് നടത്തിയിട്ടും ചെക്കിങ് കഴിഞ്ഞിട്ടും ഒരു സാധനം പോലും നിയമാനുസൃതമല്ലാത്തതൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ MLA രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ. ചില തടസ്സങ്ങളുണ്ട്, അത് നീക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് അവിടെ നിന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും പോലീസുകാർ അവിടെ പോയിട്ട് ആളായിട്ട് ഡീൽ ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്തു. ഞങ്ങളോട് നടത്തിക്കോളാൻ പറയുക, പോലീസുകാരോട് വേണ്ടെന്ന് പറയാം, അനുമതി കൊടുക്കുക. അതൊക്കെ ആയിക്കോട്ടെ, അവർക്ക് കാരണങ്ങളുണ്ടാവും. പക്ഷെ കമ്മിറ്റിക്കാരെ ബോധിപ്പിക്കണം. ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ജനങ്ങളോട് മറുപടി പറയണം. നമ്മൾ കമ്മിറ്റിക്കാർ ശമ്പളം മേടിച്ചിട്ടല്ല. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്മിറ്റിക്ക് ഇത് തുറന്നു പറയാനുള്ള വിഷമങ്ങളുണ്ട്. കാരണം വരും കാലങ്ങളിലും വേലയുടെ വെടിക്കെട്ടും മറ്റു പ്രശ്നങ്ങളും എല്ലാം നടന്നു പോകണമെങ്കിൽ ഇതേ സംവിധാനങ്ങളെല്ലാം വേണം. അതുകൊണ്ട് മാത്രമാണ് തൊട്ട് മുന്നത്തെ കാലത്ത് നടന്നപ്പോഴും ഒന്നും പറയാത്ത കമ്മിറ്റി കഴിഞ്ഞ കൊല്ലം ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. കഴിഞ്ഞ കൊല്ലത്തിന് മുൻപ് വെടിക്കെട്ട് നടക്കാതിരുന്നപ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥകളായപ്പോൾ പോലും ഒരു കമ്മിറ്റി പോലും ഇതിന് മറുപടി പറഞ്ഞിരുന്നില്ല. കാരണം പറയേണ്ടത് വരുന്നത് ഭരണത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലത്തിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് സഹായം ചെയ്തു തരുന്ന ആൾക്കാർക്കെതിരെയാണ് പറയേണ്ടത്. നമുക്ക് ഇവിടുത്തെ സ്ഥലത്ത് നമ്മുടെ MLA സഹായങ്ങൾ ചെയ്തു തന്നില്ല. പക്ഷേ എല്ലാം സഹായങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് സങ്കടം. എന്താണ് ഇതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം? നമ്മളുടെ കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്ന് എല്ലാ കമ്മിറ്റിയിലും എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അന്തിമഹാകാവ് വേലയെ ഒരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ തൃശൂർ പൂരം പോലെ ഒരു വിവാദം, ഒരു പൂരം കലക്കൽ വിവാദം ചേലക്കരയിലും ഇങ്ങനെ കത്തിക്കേറി വരികയാണല്ലോ. കൈപൊള്ളും എന്നുള്ളൊരു പേടി ഇപ്പോൾ ഇടത് ക്യാമ്പിലുണ്ടോ? കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഈ മുന്നണികൾ ഇതെന്തായാലും ചർച്ചയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടതുമുന്നണി എങ്ങനെ ഇതിനെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? തീർച്ചയായും, അതായത് ഈ തൃശ്ശൂർ പൂരം പോലെ തന്നെ ചേലക്കരക്കാരുടെ ഒരു വികാരമാണ് അന്തിമഹാകാളൻകാവ് വേല എന്ന് പറയുന്നത്. അവിടുത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ വെടിക്കെട്ടാണ്. പക്ഷെ അത് നടക്കുന്നതാകട്ടെ ഏക്കർ കണക്കിന് പാടത്തിന്റെ നടുക്കിലുമാണ്. അതായത് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായി 2 വേലകളിൽ വെടിക്കെട്ട് നടത്താനായി കഴിയാറില്ല. ഇതിനു മുൻപ്, അതായത് ഇത്തവണത്തെ അല്ല, ഇതിന് മുൻപത്തെ തവണ വെടിക്കെട്ട് നടത്തിയ സമയത്ത് എല്ലാം നിരത്തിയ ശേഷമാണ് പിന്നീട് പോലീസ് അതിന് അനുമതി നിഷേധിക്കുന്നത്. അന്ന് ACP ആയിരുന്ന ഉദ്യോഗസ്ഥൻ നേരിട്ട് ഈ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഇടത്ത് എത്തി അവിടെ ആ മൈക്കിലൂടെ ACP ആണ് അനൗൺസ് ചെയ്തത്, ഇവിടെ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല, വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തവണയും ഇതുപോലെ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ കണക്ക് കൂട്ടി ഇത്തരത്തിൽ ഈ സംഘാടകർ ചെയ്തപ്പോൾ പക്ഷേ അന്ന് എല്ലാ അനുമതിയും നൽകാമെന്ന്, എല്ലാ കുഴപ്പങ്ങളും ഒന്നുമില്ലാതെ ഈ പരിപാടി നടത്താൻ കഴിയുമെന്ന് അന്നത്തെ MLA-യും ദേവസ്വം മന്ത്രിയുമായ K. രാധാകൃഷ്ണൻ ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ തട്ടകക്കാർക്കെല്ലാം തന്നെ, അതായത് ദേശക്കാർക്കെല്ലാം തന്നെ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അവരുടെ അടുത്ത് ഉറപ്പ് പറയുമ്പോഴും പിന്നീട് ഈ ADM-ൻ്റെ ഭാഗത്തുനിന്നും അതിനോടൊപ്പം തന്നെ ഇത് അനുമതി നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അനുമതി നൽകിയില്ലെന്ന് മാത്രമല്ല
ഈ വെടിക്കെട്ട് നടക്കേണ്ടതിൻ്റെ തലേ ദിവസം അത് നിർത്തിവെക്കണമെന്ന് അനുമതിയില്ല എന്ന് ഇവർക്ക് ഈ കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ പോകാൻ പോലും കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി എന്നാണ് ഈ ഭാരവാഹികൾ പറയുന്നത്. അങ്ങനെ വലിയ തോതിൽ വെടിക്കെട്ട് അലങ്കോലമാക്കുന്ന നടപടികൾ കഴിഞ്ഞ 2 വർഷമായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഈ കമ്മിറ്റിക്കാരുടെയും അതുപോലെ തന്നെ വിവിധ ദേശക്കാരുടെയും എല്ലാം തന്നെ ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം ഈ ചേലക്കര മണ്ഡലത്തിൽ 5000-നടുത്ത്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5000-നടുത്ത് ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഈ ദേശക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതെല്ലാം തന്നെയാണ്. കാരണം കെ രാധാകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. അതേസമയം അതുകൊണ്ട് തന്നെ ലിഷോയ്, അത് ഒരു ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണല്ലോ LDF-നെ സംബന്ധിച്ച്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ കാരണം ഇതാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ദേശക്കാർ തന്നെ അതിരൂക്ഷമായിട്ട് മുന്നിലേക്ക് വരുന്നു. MLA-യും ദേവസ്വം മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ഇതിൽ ഒരു പിന്തുണയും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് കാര്യങ്ങൾ എന്ന് സ്വാഭാവികമായിട്ടും ഇടത് ക്യാമ്പിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് കൈകാര്യം ചെയ്യുന്ന രീതി ഒരുപക്ഷെ എങ്ങനെയായിരിക്കും? പ്രതികരിച്ച് കൃത്യമായ മറുപടി ജനങ്ങൾക്ക് നൽകുമോ, അതോ പ്രതികരിക്കേണ്ട എന്ന തരത്തിലേക്കുള്ള ചർച്ചയിലേക്കാണോ പോകുന്നത്? ആ രീതിയിൽ എങ്ങനെയായിരിക്കും അവർ ഈ കാര്യത്തെ ഒരുപക്ഷെ കൈകാര്യം ചെയ്യാൻ പോവുക? ഇത് സംബന്ധിച്ചൊരു സമവായത്തിലെത്തുക, ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാതെ നേരത്തെ തന്നെ എല്ലാത്തിനും അനുമതി നൽകാനായുള്ള ശ്രമങ്ങൾ നടക്കുക എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ പല ദേശക്കാർക്കും നൽകിയിട്ടുണ്ട്. പലരും പരസ്യമായി പ്രതികരിക്കാത്തത് ഇതൊരു ഇലക്ഷൻ നടക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ അനുനയ നീക്കങ്ങൾ ഇടത് ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട്. വളരെ ശക്തമായി BJP-യും കോൺഗ്രസും ഈ ഒരു വിഷയം ഇപ്പോൾ മണ്ഡലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ആയതിനാൽ തന്നെ അതിനെ എതിർക്കുന്നതിനും അതിനെ മറികടക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി ഇടത് ക്യാമ്പിൽ നിന്നും ഉണ്ടാവുക. എന്തായാലും അതെല്ലാം തൃശൂർ പൂരം അത് എത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അന്വേഷണവും ഒക്കെ ഏത് വിധത്തിലൊക്കെ പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നിമിഷം പോലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും. അതിനിടയിലാണ് ചേലക്കരയിൽ സമാനമായ രീതിയിലുള്ള ഒരു പൂരം കലക്കൽ വിവാദവും കൂടി ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു വിവാദം ഉടലെടുത്ത് വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളത് വരും മണിക്കൂറുകൾ ഉൾപ്പെടെ വരും ദിവസത്തിൽ ഉൾപ്പെടെ നമ്മൾക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം.